നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നും അസ്ട്രോളജി പ്രകാരം എന്തൊക്കെ ഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുന്നുവെന്നും നമ്മൾ പറയുന്നു. അത് കൃത്യമായിട്ട് ഓരോ ദിവസവും ഇവര് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ടൊരു അവലോകനം നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ കർമ്മം പദത്തില് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കർമ്മപദം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലിയെ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ജൂൺ 16, 23 കാലഘട്ടത്തിൽ നിങ്ങളുടെ കർമ്മരംഗം വളരെ പുരോഗതിയുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല കോഴ്സുകൾക്കൊക്കെ ചേരാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. കലാ, സംഗീതം, നൃത്തം, ഹോട്ടല് അങ്ങനെയുള്ള തൊഴിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ജൂൺ 25 ശേഷം പുതിയ പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ കലാകാരന്മാർക്ക് പുതിയ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അംഗീകാരമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ കിട്ടുന്ന ഒരു സമയമാണ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ ജോലിയിൽ അലസത ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം തൊഴിലിൽ മുന്നേറാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 17, 22, 30 തീയതികളിലൊക്കെ വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രണയവിവാഹമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രണയങ്ങളൊക്കെ തുടങ്ങുവാനൊക്കെ പറ്റിയൊരു സമയമാണിത്. പ്രണയവും ആകർഷണവും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. കുടുംബത്തിലെ ആഘോഷം, സന്തോഷം, സമാധാനമൊക്കെ കളിയാടുന്ന ഒരു സമയമാണ് ജൂൺ 17, 22, 30 തീയതികള്. ഈ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ജൂൺ 21 തീയതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതില് അമിത പ്രതീക്ഷ, പെട്ടെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം, അത് പെട്ടെന്ന് മാറുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട്. അത് അവിടെ എന്തോ ഒരു ഈഗോ പ്രശ്നമൊക്കെ വരുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് 21 തീയതി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യം എടുക്കുകയാണെങ്കിൽ ജൂൺ 18, 24, 29 തീയതികളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് വളരെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വരുമാനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കലാപരമായിട്ട് നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു സമയമാണ്. ആഡംബര വസ്തുക്കൾ വഴി ഒക്കെ വരുമാനം കൂടുന്നുണ്ട്. പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു സമയമാണ്. ജൂൺ 20, 27 തീയതികള് ആർഭാടത്തിനും സുഖഭോഗങ്ങൾക്കുമൊക്കെ അമിതമായിട്ട് പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് പണം വരുന്ന പോലെ തന്നെ 20നും 27നും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ആർഭാടത്തിനൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട്. സുഖഭോഗത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പണം ചെലവഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ ആ സമയത്ത് തെറ്റാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബെറ്റിങ്, ചൂതാട്ടം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യമൊക്കെ പൊതുവെ മെച്ചമായിരിക്കും. ഹോർമോൺ വ്യതിയാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ത്വക്ക് രോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുക. ജൂൺ 19, 28 തീയതികൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ജൂൺ 16, 26 തീയതികളിൽ മടി എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്കും ഈ സമയത്ത് എടുത്തു ചാടരുത്. നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രമിക്കുക. ഇത്രയുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓം ശും ശുക്രായ നമ എന്ന മന്ത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കുന്നത് വളരെ നല്ലതാണ്.
ഇളം നീല വസ്ത്രം ധരിക്കുന്നതും ഗുണം ചെയ്യും. തുണിത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പൂരം നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സുഖകരവും സന്തോഷകരവുമാകുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.